ഡിയേഴ്സ്, നമുക്കിതുപോലൊരു കണവ മസാല ഉണ്ടാക്കിയാലോ? പെട്ടെന്ന് ഉണ്ടാക്കാം. ഹായ് ഡിയേഴ്സ്, നമുക്ക് ഇന്നൊരു കൂന്തൽ മസാല വെച്ചാലോ? അതിനുവേണ്ടി ഞാൻ 1 കിലോയോളം കൂന്തൽ എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കൂന്തൽ അഥവാ കണവ കേട്ടോ, 2 രീതിയിലും പറയാം. നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ഞാൻ ഒരു 2 സവാള, ഒരു തക്കാളി, പിന്നെ ഇത് ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് ചതച്ച് ചേർക്കുന്ന എപ്പോഴും നല്ലത്, എന്നാലും അതിൻ്റെ കൂടെ നല്ലതുപോലെ അത് പിടിക്കത്തുള്ളൂ കേട്ടോ. അരിഞ്ഞ് ചേർത്ത് അത്ര സുഖം വരത്തില്ല. പിന്നെ നമ്മുടെ കറിവേപ്പില, 2 പച്ചമുളക്. ഓക്കെ. പിന്നെ അതിൻ്റെ മസാല എന്ന് പറയുന്നത് ഞാൻ 3/4 ടേബിൾ സ്പൂൺ, പിന്നെ നമ്മുടെ ഗരം മസാല 1 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ അല്ല 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. എന്താണ് നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ്. നിങ്ങൾക്ക് സാധാ മുളക് പൊടിയാണെങ്കിൽ നിങ്ങളുടെ എരിവ് അനുസരിച്ച് ചേർക്കാം. പിന്നെ ഞാൻ പച്ചമുളകും കുരുമുളകും ചേർത്തിട്ടുണ്ട്. എരിവ് ഇത്രയും കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, പിന്നെ ഞാൻ മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ. ഓക്കെ, ഇത്രയാണ്. ഇത് നല്ലതുപോലെ നമ്മുടെ ഇതിനകത്ത് നല്ലതുപോലെ പരട്ടി ഉപ്പൂടെ ചേർത്ത് പരട്ടി ഒരു 10 മിനിറ്റ് വെക്കണം. ഓക്കെ. ഉള്ളി ഒരു 3/4 ശതം, പിന്നെ നമ്മുടെ ഉള്ളി ഒന്ന് മുരിഞ്ഞ് വന്നിട്ട് നമ്മുടെ തക്കാളി. ഓക്കെ. ഇനി വേണ്ടത് ഇവിടെ വേവുണ്ട്, അതുകൊണ്ട് കൂടുതൽ അങ്ങ് ഒത്തിരി ഇതാവണ്ട. ഇതൊന്ന് ഇളക്കി ഇടയ്ക്ക് ഞാൻ കുറച്ച് 1/2 സ്പൂണില്ല, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. കളറൊന്ന് ഉള്ളിയുടെ അത് വെളുത്ത് കിടക്കും, നമുക്ക് അതൊരു സുഖമില്ല. അപ്പോൾ അതിനൊരു മഞ്ഞൾപ്പൊടി മാത്രം. മറ്റേ മസാലകളൊക്കെ നമ്മൾ ഇട്ടില്ല. ഇനി നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എന്താ നമ്മുടെ കണവ മസാല, കണവ നമ്മൾ ചേർത്ത് വെച്ചേക്കുന്നില്ല, അതെടുത്ത് വെക്കാം. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു. പിന്നെ നമുക്ക് തീ ഒന്ന് കുറച്ചിട്ട് കറിവേപ്പില ഇടാം. പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പൊടിക്കുക, ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കും. ഓക്കെ. അത് കഴിഞ്ഞ് നമുക്ക് സവാളയും പിന്നെ നമ്മുടെ വെളുത്തുള്ളിയും വെക്കും. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വാടട്ടെ. കുക്കറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ കണവ വേവിക്കാം കേട്ടോ. ഞാനെല്ലാം കുക്കറിലാണ് ഇപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സാധാ രീതിയിൽ തന്നെ വേവിക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇത് നല്ലപോലെ എന്താ പറയുന്നത്, ഒരു മണം വരുമല്ലോ. നല്ല വാടി കഴിയുമ്പോൾ നമ്മുടെ സവാളയിൽ കൊടുക്കും. ഇത് വാടി കഴിഞ്ഞ് നമുക്ക് തക്കാളി ഇടാം. അപ്പോൾ ഞാൻ അതിനുള്ള ഉപ്പ് ഞാൻ നേരത്തെ നമ്മുടെ കണവയ്ക്കകത്ത് ഉപ്പുള്ള കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് സവാളയ്ക്ക് കുറച്ച് ഉപ്പ് ഒഴിച്ചു. ഇതൊന്ന് വാഴട്ടെ. ചട്ടിക്കകത്തോട്ട് ഇതെല്ലാം പറക്കിയിട്ടിട്ട് നല്ലതുപോലെ ഉപ്പും എരിയും പിടിക്കാൻ വേണ്ടി നല്ലതുപോലെ വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാൻ, ബൈൻഡിങ് ഏജൻ്റായിട്ട് കേട്ടോ, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ലതുപോലെ വരട്ടി. ഞാൻ ഒത്തിരി പിന്നെ കണവയുടെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. ഇതൊരു വെറൈറ്റിയാണ്. അപ്പം വെറൈറ്റി ഇത് ചെയ്ത് നോക്കണം എപ്പോഴും. അപ്പോൾ ഇത് നല്ലതുപോലെ ഉപ്പ് എരിയും പിടിക്കാൻ വേണ്ടി ഒരു 10 മിനിറ്റ്, അരമണിക്കൂർ വേണമെങ്കിലും വയ്ക്കാം കേട്ടോ, സമയം അനുസരിച്ച്. ഓക്കെ. അപ്പോൾ നല്ലതുപോലെ നിങ്ങൾ ഈ മസാലകൾ എരിവനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടിയൊക്കെ ഈ എരിവ് കൂട്ടുന്നവർ നല്ലപോലെ കൂട്ടാം. പക്ഷെ നമ്മളെപ്പോഴും ശ്രദ്ധിച്ച് വേണം, ഒരു ദിവസം കൂട്ടിയാൽ പോരല്ലോ. അവിടെ എരിവൊക്കെ കുറച്ച് വയ്ക്കുക, നമുക്ക് വയറിന് കംപ്ലൈൻ്റ് ഒന്നും വരാതെ. ഓക്കെ. അപ്പോൾ അത്ര ഇഷ്ടം. അപ്പോൾ ഇത് നല്ലതുപോലെ തട്ടി വെച്ചു. ഇനി നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്തായാലും ഉപ്പ് എരിയൊക്കെ പിടിച്ച് നമുക്ക് ഇളക്കിയെടുക്കാം. നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഇനി ഇത് എന്താ പിന്നെ വെള്ളം ഞാൻ ഒഴിക്കുന്നില്ല, ഇതിനകത്ത് ഓൾറെഡി വെള്ളമുണ്ട് കേട്ടോ. ഈ വെള്ളത്തിൽ കിടന്ന് തന്നെ ഒന്ന് വെന്തിറങ്ങട്ടെ. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഓക്കെ. ഞാൻ മസാല കുറച്ചായിട്ട് നിങ്ങൾക്ക് വേണം ഇതെല്ലാം കൂട്ടിയിടാം കേട്ടോ. അപ്പോൾ നമുക്കിത്ര എരിവ് മതി. നല്ല പിന്നെ കുരുമുളകൊക്കെ ചതച്ച് ചേർത്തുകൊണ്ട് ഞാൻ മുളക് പൊടി കുറച്ചായിട്ട്. ഓക്കെ. ഇതൊന്ന് വേണം. ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് ഞാനൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. നോക്കിയിട്ടുണ്ട് വെള്ളം കേട്ടോ, ഞാനൊന്ന് കാണിക്കാനാണ് നിങ്ങളെ കാണിച്ചത് കേട്ടോ. നമ്മൾ ഒട്ടും വെള്ളം ചേർത്തില്ല, അതിൽ നിന്ന് തന്നെ കണവയ്ക്കാതെ തന്നെ വെള്ളം ഇറങ്ങി വരും. ഓക്കെ. അപ്പോൾ നല്ലതുപോലെ ഞാൻ ഉപ്പൊക്കെ നോക്കി കറക്റ്റ് എല്ലാം പാകത്തിനുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാം കൂട്ടി കുറച്ചൊക്കെ ചെയ്യും. ഓക്കെ. അപ്പോൾ വേറെ ഒട്ടും വെള്ളം ഒഴിക്കണ്ട. ഓക്കെ. ഐഡിയേഴ്സ്, അപ്പോൾ നമ്മുടെ കണവ മസാല കണ്ടോ? ഇത് കണവെല്ലാം നല്ല ചുരുങ്ങി കണ്ടോ, എന്തോ നിറഞ്ഞു കിടന്നയാന്നേ.
അതെല്ലാം ചുരുങ്ങി വെള്ളമൊക്കെ കണ്ട വറ്റി വരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം നിങ്ങൾക്ക് ആ ഗ്രേവി എന്താ പറയുന്നത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാൻ കുറച്ചുകൂടെ വറ്റിച്ചെടുക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ നിങ്ങൾക്ക് കപ്പയൊക്കെ ഉണ്ടെങ്കിൽ ആ രീതിയിൽ വെള്ളത്തിൽ കൂടുതൽ ഗ്രേവി ആണെങ്കിൽ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇച്ചിലൂടെ പറ്റിക്കാന്ന് വെച്ചാൽ അതുപോലെ നമ്മൾ ഉപ്പിടുമ്പോൾ സൂക്ഷിക്കണം. ഈ കണവയ്ക്കകത്ത് ഓൾറെഡി ഒരു ഉപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പിടുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം ഇടാം. ഓക്കെ, അപ്പോൾ ഇതൊന്നും വെച്ചട്ടെ. അപ്പോൾ നമ്മുടെ കണവ മസാല ഇത് റെഡിയായിരിക്കുന്നത് കണ്ടോ. വളരെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ വെള്ളമെല്ലാം ഞാൻ പറ്റിച്ചെടുത്ത് നമുക്ക് ഗ്രേവി അധികം വേണ്ട. ഓക്കെ, ഇപ്പോൾ വേണ്ട ഇതുപോലെ നല്ല സൂപ്പർ എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഉപ്പും എരിവും എല്ലാം കറക്റ്റ് പാകത്തല്ല, വളരെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഓക്കെ, എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു, ഗോഡ് ബ്ലെസ് യു ആൾ. അപ്പോൾ ഒരു കാര്യം മറക്കല്ല്, സബ്സ്ക്രൈബ്, വാച്ച് ആൻഡ് ഷെയർ. അപ്പോൾ ഹൈപ്പ്. ഓക്കെ.